ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ നിന്ന് തലനാരി രക്ഷപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് എനിക്കൊപ്പം ഉള്ളത്. തമ്പി എന്ന മാടസ്വാമി. ഇദ്ദേഹത്തിൻ്റെ വീട് ചൂരൽമലയിലാണ്. ഈ ഉരുൾപൊട്ടിയ സമയത്ത് അദ്ദേഹം കുടുംബത്തോടൊപ്പം തലനാരിഴക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഇപ്പോൾ മേപ്പാടിയിലെ സ്കൂളിലുള്ള ക്യാമ്പിലാണ് തമ്പിയും കുടുംബവും കഴിയുന്നത്. അന്ന് ശരിക്കും എന്താണ് സംഭവിച്ചത്? അന്ന് രാത്രി 12 നല്ല ഉറക്കമായിരുന്നു. ഞാൻ ഉറക്കത്തിൽ ഭാര്യയും മക്കളും പിന്നെ എണീച്ചിട്ട് ടോർച്ചടിച്ച് നോക്കി. ഒരു മഞ്ഞ കളർ മാത്രം കാണുന്നുണ്ട്. ചെളി വാസനയേ ഉള്ളൂ. പിന്നെ എന്നെ തട്ടി വിളിച്ച് ഞാൻ എന്താന്ന് ചോദിച്ച് ഞാൻ ഒന്നുമില്ല, നിങ്ങൾ എണീക്കെന്ന് പറഞ്ഞ് എണീക്കെന്ന് പുറത്ത് വന്നപ്പോൾ ഷർട്ട് പോലും ഇട്ടിട്ടില്ല. പിന്നെ എൻ്റെ മോള് ഒരു ഷർട്ട് എടുത്തു കൊടുത്ത് പേരക്കുട്ടീനെയും കയ്യിൽ പിടിച്ച് എൻ്റെ ഭാര്യയും കയ്യിൽ പിടിച്ച് ഞങ്ങൾ ഓടിയതാണ്. ഓടിപ്പോൾ പിന്നെ അപ്പുറത്തേക്ക് കുറച്ച് സ്ഥലമുണ്ട്, അതിൽ പോയി നിൽക്കുമ്പോൾ അവിടെയൊക്കെ വെള്ളമായി. പിന്നെയും ഓടി, പിന്നെ പോയി ഒരു സ്ഥലത്ത് പോയി സേഫ്റ്റി ആയിട്ടിരുന്ന്. എൻ്റെ വീട് ഫുള്ളായിട്ട് മണ്ണായി. എൻ്റെ വീട് 10ാം വാർഡിലാണ്. എൻ്റെ വീട് ഫുള്ളായിട്ട് മണ്ണ് നിറഞ്ഞ് അതിനകത്ത് താമസിക്കാനും പറ്റുന്നില്ല. അങ്ങനത്തെ സ്ഥിതിയായി. ഞങ്ങൾ വീട്ടിൽ ആരൊക്കെയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്? ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മോള്, ഇളയ മോള്, പിന്നെ പേരക്കുട്ടി, 9 വയസ്സുള്ള പേരക്കുട്ടി. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി 2 കുട്ടികളെ ഞാൻ കെട്ടിച്ചു കൊടുത്തതാണ്, തമിഴ്നാട്ടിലേക്ക് കെട്ടിച്ചു കൊടുത്തതാണ്. 4 പേരും ഈ ശബ്ദം കേട്ടത് ഉരുൾപൊട്ടലാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ അവിടുന്ന് ഓടി. പിന്നെ അടുത്തുള്ളവർ വിളിച്ചുണർത്തി, അവരെയും ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് അവരെയും വിളിച്ചുണർത്തി എല്ലാവരും ഓടി രക്ഷപ്പെട്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ 4-4:30 അതുവരെ ഒരു പച്ചവെള്ളം കിട്ടിയിട്ടില്ല. ചൂരമല തന്നെ ഞങ്ങളുണ്ടായിരുന്നു. ചൂരമല ടൗണ് കടക്കാനേ പറ്റില്ല. അങ്ങനത്തെ സ്ഥിതിയായി. വേറെ ഒന്നും. പൂർണ്ണമായും വീട് ഫുള്ളായിട്ട് ഇതായി. വാർപ്പ് വീടാണ്. അതിൽ ഫുള്ളായിട്ട് മണ്ണും ചെളിയുമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടില്ല. മരങ്ങളൊക്കെ വന്നടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അടുത്ത വീടുകളൊക്കെ ഉള്ളത് 3 വീടുണ്ട്. 3 വീടും അങ്ങനെ തന്നെയായി. 3 വീട് ഒരു മട്ടം ഒക്കെ നിരപ്പായി. ഞങ്ങളിപ്പോൾ വന്നിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. ഇനി ഇവിടുന്ന് വിട്ടാൽ ഞങ്ങൾക്ക് ഒരു മാർഗമില്ല. ജീവിക്കാനുള്ള നിവർത്തി. ഒരു സ്ഥലത്ത് ഒരു കൂരയിൽ പോയി ഇരിക്കണം എന്ന് പറഞ്ഞാലും ഇരിക്കാനടക്കം സ്ഥലമില്ല. ഇതേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്തു തന്നാൽ ഞങ്ങളെ ജീവിക്കാൻ പറ്റുള്ളൂ. ഇല്ല, എങ്ങോട്ടും പോകാനുള്ള നിവൃത്തിയില്ല. ഇത് തന്നെയാണ് ഇവരെ പോലുള്ളവരുടെ ആശങ്ക. അതായത് ജീവൻ രക്ഷപ്പെട്ടു, പക്ഷേ ഇനി അങ്ങോട്ട് എങ്ങനെ ജീവിക്കുമെന്നറിയാത്ത നിരവധി ആളുകൾ ഇത്തരത്തിൽ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. അതിലൊരാളാണ് തമ്പി എന്ന മാടസ്വാമി. ഇദ്ദേഹത്തിൻ്റെ ചൂരൽമലയിലെ വീട് പൂർണ്ണമായും നശിച്ച നിലയിലാണ്. ഇദ്ദേഹം കുടുംബവും ഇപ്പോൾ ക്യാമ്പിലാണ് കഴിയുന്നത്. മേപ്പാടിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ.